ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. മീനാക്ഷിയെ പറഞ്ഞു വിട്ടതാ. പാവമായിരുന്നു. മനസ്സുരുകി കരഞ്ഞോണ്ടാ പോയത്. ഇനി അധികം വൈകാതെ ഞാനും പോവും. പുതിയ വീട്ടിലേക്ക് താമസം മാറേണ്ടി വരും ഞങ്ങൾക്ക്. പോലീസിൽ തന്നെ പല വിഭാഗങ്ങളുണ്ടല്ലോ. ആ പല വിഭാഗങ്ങളിലേക്ക് വേറെ വേറെ പരാതി കൊടുത്താലേ ഇതിനെന്തെങ്കിലും ഒരു ധാരണയാവും. പേപ്പർ എടുത്തുതരാം. ഇരിക്കും. ഇനി കാര്യങ്ങളെല്ലാം വ്യക്തമായി കാണിച്ച് ഒരു പരാതി എഴുതി തന്നേക്ക്. ഇരുന്നോളൂ. അല്ലെങ്കിൽ കുഞ്ഞൊരു കാര്യം ചെയ്യും. കാര്യങ്ങളൊക്കെ എനിക്ക് പറഞ്ഞു തന്നിട്ട് ആ വെള്ള പേപ്പറിൽ ഒരു ഒപ്പിട്ട് തന്നാ മതി. പരാതി ഞാൻ വിശദമായിട്ട് ഡ്രാഫ്റ്റ് ചെയ്തോളാം. ആ വെള്ള പേപ്പറിന്റെ അടിഭാഗത്തായി പേരെഴുതി ഒപ്പിട്ടേക്ക്. ഒന്ന് സൈബറിലും ഒന്ന് SP-ക്കും കൊടുക്കാനാ. ഒപ്പ് മാറിയൊന്നും പോരുത്, കറക്റ്റ് ആയിരിക്കണം. എഴുതിക്കോളൂ. ഇനി കാര്യങ്ങളൊക്കെ ഒന്ന് വിശദമായിട്ട് പറയൂ. ഇനി എല്ലാം ഞാൻ നോക്കിക്കോളാം. മിസ്സിംഗ് അവരൊക്കെ നമുക്ക് കണ്ടുപിടിക്കാം. കുട്ടി വെയിറ്റ് ചെയ്യണമെന്നില്ല. പോയിക്കോളൂ. ശരി സർ, താങ്ക് യു. ശരി. അച്ഛമ്മ ആരെയാ തിരക്കുന്നേ? മീനാക്ഷിയാണോ? മീനാക്ഷിയൊക്കെ പോയി. ഇപ്പോ തൈലവിടലും കൈതടലും ഒക്കെ ഞാൻ തന്നെയാ ചെയ്യുന്നേ. മീനാക്ഷിയെ പറഞ്ഞു വിട്ടതാ. പാവമായിരുന്നു. മനസ്സുരുകി കരഞ്ഞോണ്ടാ പോയത്. ഇനി അധികം വൈകാതെ ഞാനും പോവും. പുതിയ വീട്ടിലേക്ക് താമസം മാറേണ്ടി വരും ഞങ്ങൾക്ക്. അപ്പോ അച്ഛമ്മ ആരാ നോക്കാനുള്ളത്? ഇവിടെ പലർക്കും ഈ മുറിയിൽ അച്ഛമ്മ കിടക്കുന്നുണ്ടെന്ന് പോലും ഓർമ്മയില്ല. അതോർക്കുമ്പോ എനിക്കുള്ളിലൊരു നീറ്റല. അന്ന് അച്ഛമ്മ മാധവാന്ന് വിളിച്ചില്ലേ? അതുപോലെ ഒന്നുകൂടെ ഒന്ന് വിളിക്കൂ. അത് കേട്ടാലേ എനിക്ക് സമാധാനാവൂ. ഒന്നുമില്ലെങ്കിലും കുറച്ച് വെള്ളം വേണമെന്നെങ്കിലും വിളിച്ചു പറയാൻ പറ്റുമല്ലോ. അച്ഛമ്മയ്ക്കെല്ലാം കേൾക്കുമല്ലേ? വിഷമിക്കണ്ട അച്ഛമ്മ. എനിക്കിപ്പോ കരഞ്ഞ് കരഞ്ഞ് കണ്ണീര് വരെ ഇല്ലാതായി.
കരഞ്ഞ് കണ്ണീര് പോകുമ്പോ മനസ്സിന്റെ ഭാരം ഒന്ന് കുറഞ്ഞു വരുന്നത് പോലെയായിരുന്നു. ഇപ്പോ അതും ഇല്ലാണ്ടായി. എനിക്ക് ഒറ്റ ആഗ്രഹമേ ഉള്ളൂ. ഞാൻ ഇവിടുന്ന് പോകുന്നതിന് മുമ്പ് അച്ഛമ്മയൊന്ന് എഴുന്നേറ്റ് നടന്ന് അച്ഛമ്മയുടെ സ്വന്തം കാര്യങ്ങളെങ്കിലും ഒന്ന് ചെയ്യുന്നത് കാണണം. അല്ലെങ്കിൽ അച്ഛമ്മ ആരും കാണാനും കേൾക്കാനും ഇല്ലാതെ ഒരനാഥയെ പോലെ കിടക്കുന്നത് കാണേണ്ടി വരില്ലേ? അച്ഛമ്മയുടെ അവസ്ഥയോർത്ത് ഒന്ന് ഓടി വരാൻ പോലും പറ്റാതെ ഞാൻ ഹൃദയം പൊട്ടിച്ചാവും. ഞാൻ അച്ഛമ്മയെ ഭർത്താവിന്റെ അച്ഛന്റെ അമ്മയായിട്ടല്ല സ്നേഹിച്ചത്, എന്റെ സ്വന്തം അച്ഛമ്മയായിട്ടാ. എനിക്ക് ജീവൻ അച്ഛമ്മേ. അല്ല, നിങ്ങൾ ഇതുവരെ പോയില്ലേ? എങ്ങോട്ട് പോകാനാ? ഞങ്ങൾക്ക് അന്തി ഉറങ്ങാൻ ഈ നാട്ടിൽ ഇടമില്ല തിരുമേനി. പാർപ്പിട സൗകര്യമൊരുക്കാൻ സാധ്യമല്ലെന്ന് സെക്രട്ടറിയും കൈമലർത്തി. ഇനി ഞങ്ങൾക്ക് ആകെയുള്ള ആശ്രയം തിരുമേനി മാത്ര. ഞാനോ? എന്റെ ഇല്ലം വളരെ ദൂരത്താണ് ചന്ദ്രികാമേ. ഇവിടെ അടുത്തുള്ളൊരു സ്നേഹിതന്റെ വീട്ടിൽ അതിഥിയായി കഴിയുകയാണ്. അവിടെ നിങ്ങളെ പാർപ്പിക്കാനുള്ള സൗകര്യമില്ല. ഞാൻ പറയുന്നത് കേട്ട് തെറ്റിദ്ധരിക്കരുത്. ഇല്ല തിരുമേനി, ഇതുവരെയുള്ള ജീവിതത്തിൽ നിന്നും ഒരുപാട് പാഠങ്ങൾ പഠിച്ചവരാ ഞങ്ങള്. അതുകൊണ്ട് ആരെയും തെറ്റിദ്ധരിക്കുന്ന പ്രശ്നമേ ഇല്ല. തിരുമേനി പറയണം. തൽക്കാലത്തേക്ക് നിങ്ങൾ തന്നെ ഒരു പാർപ്പിടം കണ്ടെത്തണം. ഏതെങ്കിലും പരിചയക്കാരെ കണ്ട് ഒരു വാടക വീട് ഏർപ്പാടാക്കാൻ ഞാൻ പരമാവധി ശ്രമിക്കാം. സുചിത്രടുത്ത് ഇവിടെ ഇരുന്ന് അച്ഛമ്മയോട് സംസാരിക്കാണോ? പാവ അച്ഛമ്മ ഈ സമയത്ത് ഗുളികയും ആഹാരമൊന്നും അല്ല ആഗ്രഹിക്കുന്നത്. കൂടെ ഇരുന്ന് എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് ആരെങ്കിലും ഉണ്ടാവണേന്നാ. ജഗനെവിടെ? നിങ്ങള് പോലീസ് സ്റ്റേഷനിലേക്ക് പോയിട്ട് എന്തായി? ഓ, എന്താവാനാ, അവരന്വേഷിക്കുന്നുണ്ട്. അവർക്ക് എല്ലാ ദിവസവും വരുന്നത് പോലൊരു മാൻ മിസ്സിംഗ് കേസ്. നമ്മുടെ വികാരം അവർക്കുണ്ടാവണമെന്ന് നമ്മൾ ചിന്തിക്കുന്നത് പോലും തെറ്റാ. അച്ഛമ്മേ, ഈ ഏട്ടത്തി അച്ഛമ്മയോട് എന്തൊക്കെയോ സംസാരിക്കുന്നത് കേട്ടല്ലോ. എന്താ അച്ഛമ്മേ പറഞ്ഞത്? മാനത്തെ കൊട്ടാരം